ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമം. അപ്പോൾ ലോകത്തിലെ രക്ഷകനായ യേശു, ഒന്നുകൂടെ പറഞ്ഞാൽ ബൈബിൾ പറയുന്നു ഏക രക്ഷകൻ. ഈ ഭൂമിയിൽ മനുഷ്യരെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ. ആ രക്ഷകന്റെ പേരാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ച് പറയാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യം കിട്ടിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. യേശുക്രിസ്തുവിന് രക്ഷകനായി അംഗീകരിക്കണമെന്നുള്ളത്, അല്ലെങ്കിൽ ഭൂമിയിൽ യേശു മാത്രമാണ് രക്ഷകൻ എന്ന് പറയാനുള്ള കാരണം, വിശുദ്ധ ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. യേശുക്രിസ്തു രക്ഷകൻ ആകാൻ കാരണം, യേശു ഈ ഭൂമിയിൽ ഒരു പുരുഷ അല്ലെങ്കിൽ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നയാളല്ല. പ്രകൃതിക്കൊരു നിയമമുണ്ട്. ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ, പുരുഷൻ, അവർ കുടുംബമായി അവർ വിവാഹം കഴിഞ്ഞാനന്തരം അവരിലൂടെ ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് വരുന്നു. അതിന് പ്രകൃതി നിയമം എന്ന് പറയാം, മാനുഷികമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ യേശുക്രിസ്തുവിന്റെ ജനനം ഒരു മനുഷ്യന്റെ ഇംഗിതപ്രകാരമല്ല. നാം വായിക്കുന്ന വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ മറിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷനായി, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞനന്തരം കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞ് ദൂതനുമായി സംസാരിക്കുന്ന ആ വാക്ക് നാം വിശുദ്ധ ബൈബിളിൽ കാണുന്നതാണ്. അപ്പോൾ ദൂതൻ പറഞ്ഞൊരു കാര്യം: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ മനുഷ്യരെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ മാനുഷികമായ ചിന്താഗതിയോടുകൂടെ ഇവിടെ ഉദയം ചെയ്തയാളല്ല യേശു. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിക്കാനുള്ള പരമപ്രധാനമായ കാരണം, ദൈവം തൻ്റെ പ്രവൃത്തി പദം ഈ ഭൂമിയിലേക്ക് എത്തിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരാളാണ് മറിയ. ആ വിശുദ്ധ മറിയയിലൂടെ, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ മുമ്പിൽ കൃപ പ്രാപിക്കപ്പെട്ട ആ മാതാവിൽ നിന്നുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ജനനം ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ മാനുഷികമായ ചിന്ത കൊണ്ടോ മാനുഷികമായ ഒരു ഇഷ്ടം കൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്നയാളല്ല യേശു. ഇതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകൻ വിശുദ്ധ ബൈബിളിൽ യെശയ്യാവെന്ന് അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകൻ എഴുതി വെച്ചു: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം വരുന്ന ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ രക്ഷയ്ക്കായി ഇറങ്ങി വരുന്ന എല്ലാ രക്ഷകന്മാരും മാനുഷിക ഇംഗിതത്തിനനുസരിച്ച്, മാനുഷിക ഇഷ്ടത്തിനനുസരിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന് ലൗകിക സുഖങ്ങളോടുകൂടെ ജീവിച്ച് ഈ പ്രകൃതിയുടെ നിയമങ്ങൾ അനുശാസിക്കപ്പെട്ടവരായി മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് മാനുഷിക ഇഷ്ടം കൊണ്ടല്ല, പ്രത്യുത ദൈവത്തിന്റെ ഇഷ്ടം കൊണ്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ തന്നെ ജനവും ഈ ഭൂമിയുടെ പ്രകൃതിദത്തമായ നിയമവും തമ്മിൽ വ്യത്യസ്തങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ഈ ഭൂമിയിലെ സകല മാനവജാതിയുടെ പാപത്തിനു വേണ്ടി, പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി, അവർ രക്ഷിക്കേണ്ടതിന് വേണ്ടി വന്നയാളാണ് യേശുക്രിസ്തു. അതവിടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ജനനം. രണ്ട്,
യേശുക്രിസ്തുവിന്റെ ഈ ലോക ജീവിതം. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ ദൈവങ്ങൾ ഒരുപാടുണ്ട്. നടന്നു പോകുന്ന ദൈവമുണ്ട്, കാറിൽ പോകുന്ന ദൈവമുണ്ട്, ഫ്ലൈറ്റിൽ പോകുന്ന ദൈവമുണ്ട്. ദൈവങ്ങളെല്ലാം ഒരുപാട് ദൈവങ്ങൾ ഈ ഭൂമിയിലുണ്ട്. പക്ഷേ ബൈബിൾ പറയുന്നു, യേശുക്രിസ്തു ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപം യേശുക്രിസ്തുവിനില്ലായിരുന്നു. അതൊന്ന് രണ്ട് തെളിവുകൾ ഞാൻ വിശുദ്ധ ബൈബിൾ അടിസ്ഥാനത്തിൽ പറയാം. യേശുക്രിസ്തു പാപിയായി ഈ ഭൂമിയിൽ ജീവിച്ചില്ല. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പാപം ലവലേശം പോലും, അല്ലെങ്കിൽ പാപത്തിന്റെ ഒരു കണിക പോലും യേശുവിലില്ലായിരുന്നു. മനുഷ്യനായി ജനിക്കപ്പെട്ട സകല മാനവജാതിയും പാപത്തിനടിമപ്പെട്ട് പാപത്തിൽ ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവം യേശുക്രിസ്തുവിനെ മാനവജാതിയുടെ പാപത്തിനു വേണ്ടി അവനെ പാപം ആക്കാനിടയായി തീർന്നു. വിശുദ്ധ ബൈബിൾ നമുക്ക് കാണാൻ കഴിയുന്നു, ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ വന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ രോഗം നിമിത്തം, അദ്ദേഹം രോഗത്തിൽ, തന്റെ ജീവിതത്തിൽ പാപം നിമിത്തം താൻ രോഗിയായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു, യേശു പറഞ്ഞു, ഞാൻ നിന്റെ പാപത്തെ മോചിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദ റബ്ബിമാരിളകി, യഹൂദ ജനമിളകി. ചോദിച്ചൊരു ചോദ്യം, പാപങ്ങളെ ക്ഷമിപ്പാൻ, പാപങ്ങളെ പൊറുക്കാൻ ഈ തച്ചനെ കൊണ്ട് കഴിയുമോ? ആ ചോദ്യത്തിന്റെ മുമ്പിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, പാപങ്ങളെ മോചിക്കാൻ, പാപകരമായ പാപത്തിൽ നിന്ന് ഉത്ഭവിക്കപ്പെട്ട രോഗങ്ങളെ മാറ്റാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് ബൈബിൾ അതിശക്തമായി വിളിച്ചു പറയുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതം നോക്കിയേ. അനേക ആളുകൾ യേശുവിന്റെ അടുക്കലേക്ക് വന്നു. പാപികളായവർ വന്നു, രോഗികളായവർ വന്നു, ജീവിതത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു, മക്കൾ മരണപ്പെട്ടവർ വന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നയീൻ എന്ന പട്ടണത്തിലൂടെ യേശു പോകുമ്പോൾ യേശുവിന്റെ അടുക്കൽ യേശു പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ച, ഒരമ്മയ്ക്കൊരേ ഒരു മകനുണ്ടായിരുന്നു, അവൻ മരിച്ചുപോയി. ആ മരിച്ചവന്റെയും ശവമഞ്ചം വന്നുകൊണ്ട് വരുന്ന അവരുടെ അടുക്കലേക്ക് യേശു എന്നിട്ട് യേശു അവന്റെ ശവമഞ്ചത്തിൽ തൊട്ടു. ആ മനുഷ്യൻ മരണത്തിൽ നിന്ന് പുതുജീവൻ പ്രാപിക്കാനിടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച കാലം അശരണർക്ക് ആശ്വാസമായിരുന്നു. അനേകരുടെ ജീവിതത്തിൽ ആശ്വാസം നൽകി. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ് ലോകത്തിനു മുമ്പിൽ ആദ്യം വിളിച്ചു പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്.